Hello, my dear students. Welcome back to Isaac's Physics Classroom. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റ് സാറ്റലൈറ്റ്സ്. സാറ്റലൈറ്റ്സ് എന്ന ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാറ്റലൈറ്റ്സ് ഏതൊക്കെയാണ്, സാറ്റലൈറ്റ്സിന്റെ ടൈം പീരീഡ് എങ്ങനെ ഇക്വേഷൻ കാണാം, അതുപോലെ ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് എ സാറ്റലൈറ്റ് എന്താണെന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സാറ്റലൈറ്റ്സ്, the objects which are revolving around the planet in specified orbits are called satellites. പ്ലാനറ്റ്സിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്പെസിഫിക് ഓർബിറ്റ്സ് റിവോൾവ് ചെയ്യുന്ന ഒബ്ജക്ട്സിനാണ് സാറ്റലൈറ്റ്സ് എന്ന് വിളിക്കുക. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് കറങ്ങുന്നതിന് പോലെ പ്ലാനറ്റ്സിന് ചുറ്റും നാച്ചുറൽ സാറ്റലൈറ്റ്സ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഉണ്ട്. ഇങ്ങനെ കറങ്ങുന്നു, ഒരു സ്പെസിഫിക് ഓർബിറ്റ്സിൽ കറങ്ങുന്നു. ആ ഒബ്ജക്ട്സിനെ വിളിക്കുന്ന പേരാണ് സാറ്റലൈറ്റ്സ്. സാറ്റലൈറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് ഇങ്ങനെ ചെയ്യാം: നാച്ചുറൽ സാറ്റലൈറ്റ്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്. നാച്ചുറൽ സാറ്റലൈറ്റ് നമുക്കറിയാം മൂന്ന്, എർത്തിനെ സംബന്ധിച്ചിടത്തോളം. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് രണ്ടായി തിരിക്കാം: ജിയോ സിൻക്രോണിസ് സാറ്റലൈറ്റ്സ് ആൻഡ് പോളാർ സാറ്റലൈറ്റ്സ്. അപ്പോൾ എന്തുകൊണ്ടാണ് ജിയോ സിൻക്രോണിസ്, എന്തുകൊണ്ടാണ് പോളാർ, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ സാറ്റലൈറ്റ്സ് രണ്ടാണ്: നാച്ചുറൽ സാറ്റലൈറ്റ് ആൻഡ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആണ് ജിയോ സിൻക്രോണിസ് സാറ്റലൈറ്റ്സ് ആൻഡ് പോളാർ സാറ്റലൈറ്റ്സ്. First one, natural satellites. Any heavenly body revolving around a planet is called a natural satellite. For example, എർത്തിന്റെ കേസിലാണെങ്കിൽ മൂൺ ഒരു നാച്ചുറൽ സാറ്റലൈറ്റ് ആണ്. Second one, artificial satellites. A man-made satellite is called a artificial satellite. അതിന് ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് പറയാം. എജുസാറ്റ് അല്ലെങ്കിൽ ഇൻസാറ്റ് 12B അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് പറയാം അപ്പോൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിന്. ദെൻ ഓർബിറ്റൽ സ്പീഡ് ആൻഡ് ഓർബിറ്റൽ വെലോസിറ്റി. ഈ ഒരു ടോപ്പിക്കാണ് നമുക്ക് ഈ ഒരു സാറ്റലൈറ്റ്സ് എന്ന ടോപ്പിക്കിൽ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് കൂടി ശ്രദ്ധിച്ച് നോക്കേണ്ടത്. അതേപോലെ തന്നെ ലാസ്റ്റ് നമുക്കൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം: ഓർബിറ്റൽ വെലോസിറ്റിയുമായിട്ട് എസ്കേപ്പ് വെലോസിറ്റിയും ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഇക്വേഷൻ ഉണ്ടോ എന്ന് കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. ഓർബിറ്റൽ സ്പീഡ് ഓഫ് എ സാറ്റലൈറ്റ് ഈസ് ദ സ്പീഡ് with which the satellite revolve around the planet in its orbit. Orbital speed of a satellite എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് ഓർബിറ്റിൽ ആ സാറ്റലൈറ്റ് കറങ്ങുന്ന സ്പീഡിനെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റൽ സ്പീഡ്. കൺസിഡർ എ സാറ്റലൈറ്റ് ഓഫ് മാസ് സ്മോൾ എം revolving around the earth in a orbit of radius small r. The gravitational force existing between the satellite and earth provide the necessary centripetal force. അപ്പോൾ എം എന്ന മാസുള്ള സാറ്റലൈറ്റ്സ് ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ആർ അകലെയാണ്. അപ്പോൾ ഈ കറക്കുന്ന നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ലോസ് ഓഫ് മോഷനിൽ ഫ്രിക്ഷനിലൊക്കെ പറഞ്ഞൊരു കാര്യമാണ്. ഒരു പ്രോപ്പർ സർക്കുലർ മോഷൻ ആണെങ്കിൽ അവിടെ നമുക്കൊരു സെൻട്രിപിറ്റൽ ഫോഴ്സ് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ആ സാറ്റലൈറ്റിന് കറങ്ങാൻ ആവശ്യമായ സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് ഗ്രാവിറ്റേഷൻ ബിറ്റ്വീൻ എർത്തിന് ചുറ്റും കറങ്ങുകയാണെങ്കിൽ എർത്ത് ആൻഡ് ദ സാറ്റലൈറ്റിന് എന്നാണ് സാറ്റലൈറ്റ്. അപ്പോൾ ഈ എർത്തും സാറ്റലൈറ്റും തമ്മിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ് അത് കറങ്ങാൻ ആവശ്യമായ സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം mv²/r = gmm/r². gmm/r² എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. mv²/r എന്ന് പറഞ്ഞാൽ സെൻട്രിപിറ്റൽ ഫോഴ്സ്. അപ്പോൾ ആവശ്യമായ ആ കറക്കത്തിന് ആവശ്യമായ സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്. അതാണ് mv²/r = gmm/r എന്ന് എഴുതാൻ കാരണം. അപ്പോൾ ഓർത്തിരിക്കുക, ഓർബിറ്റൽ സ്പീഡ്, എസ്കേപ്പ് വെലോസിറ്റി ഒക്കെ ചെയ്യുമ്പോൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന കാര്യം ഓർത്തിരിക്കണം, എങ്കിൽ നമുക്ക് ബാക്കി പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ v² = gm/r. അപ്പോൾ v² എന്ന് പറയുന്നത് എന്താണ്? gm/. അപ്പോൾ അതിന്റെ ഓർബിറ്റൽ സ്പീഡ് എന്ന് പറയുന്നത് gm/r ആണ്. ഇനി നമുക്കതിന് വേറെ ഫോമിലേക്ക് മാറ്റി എഴുതാം, കാരണം ഇതാണ് അതിന്റെ പിക്ചറൈസേഷൻ എന്ന് പറയുന്നത്. എം എന്ന മാസ്, അപ്പോൾ ആർ എന്ന ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെന്റർ ഓഫ് ദ എർത്ത് എന്നാണ്. അതായത് ആറാണ് റേഡിയസ് ഓഫ് എർത്ത്. എർത്തിന് എച്ച് എന്ന ഹൈറ്റിലാണ് ആ പ്ലാനറ്റ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ gm/r നമ്മൾ r+h എന്ന് കൊടുത്തു. അതിന് r+h, gmന് gr². ഓൾറെഡി നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, gmന് gr² നമ്മൾ ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഓർബിറ്റൽ സ്പീഡ് എന്ന് പറയുന്നത് √gr/r+h ആണ്. If the satellite is very close to the earth, then h = 0. അതായത് സാറ്റലൈറ്റ് ഭൂമിക്ക് അടുത്തൂടെയാണ് കറങ്ങുന്നത് വിചാരിക്കുക. അതായത് ആറിനെ കമ്പയർ ചെയ്യുമ്പോൾ എച്ച് വളരെ ചെറുതാണ് അസംഷൻ, അല്ലാതെ ഭൂമിയുടെ സർഫസിലൂടെ കറങ്ങുന്നതല്ല. ആറിനെ കമ്പയർ ചെയ്യുമ്പോൾ എച്ച് വളരെ ഒരു ഹൈറ്റ്, 1 കിലോമീറ്റർ 2 കിലോമീറ്റർ അല്ലെങ്കിൽ അത്ര ഒരു സെൻസിൽ വളരെ ചെറിയൊരു ഹൈറ്റ് ആണ് എങ്കിൽ നമുക്ക് എടുക്കാം, അതിൽ എച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. അപ്പോൾ v √gr എന്ന് കിട്ടും. √gr എന്ന് പറയുമ്പോൾ താഴെ എച്ച് ഇല്ലാതായി പോകുമ്പോൾ ഇവിടെ ആറും കട്ട് ചെയ്യും, അപ്പോൾ gr വരും. അങ്ങനെയാണ് √gr. സോ √gr എന്ന് പറയുന്നത് 7.92 km/s. സോ ദിസ് ഈസ് കോൾഡ് ദ ഫസ്റ്റ് കോസ്മിക് സ്പീഡ് ഓർ വെലോസിറ്റി. അപ്പോൾ ഓർബിറ്റൽ സ്പീഡ് എന്ന് പറയുന്നത് ഇതിനേക്കാളും കുറവായിരിക്കും, കാരണം ഹൈറ്റ് കൂടുന്തോറും, നമുക്ക് റേഡിയസ് കൂടുന്തോറും വെലോസിറ്റി കുറയും ആംഗുലർ മൊമെന്റം കൺസർവേഷൻ പ്രകാരം. ഏറ്റവും സ്പീഡ് എന്ന് പറയുന്നത് 7.92 ആണ്. 7.92നേക്കാളും km/s ഇനി കുറയേ ചെയ്യുള്ളൂ. ഹൈറ്റ് കൂടുന്തോറും ആ സ്പീഡ് എന്ത് ചെയ്യും, കുറഞ്ഞു വരുന്നു വരും. ഇതാണ് ഫസ്റ്റ് കോസ്മിക് സ്പീഡ് എന്ന് പറയുന്നത്.
Not. Orbital speed of the satellite is independent of the mass of the satellite but depends on the mass of the planet, radius of the planet, and the height of the satellite above the Earth's surface. As height increases, speed decreases. അത് ആംഗുലർ മൊമെന്റം കൺസർവേഷൻ ആണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു. രണ്ട് എസ്കേപ്പ് വെലോസിറ്റിയിൽ നമ്മൾ പഠിച്ച അതേ കാര്യം തന്നെയാണ്. സാറ്റലൈറ്റ് ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നതും എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നതൊക്കെ ആ ഒബ്ജക്റ്റിന്റെ മാസിനെ, അതായത് സാറ്റലൈറ്റിന്റെ മാസ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ സാറ്റലൈറ്റിന്റെ മാസ് എത്ര ആയാലും എന്ത് ചെയ്യും, അതിന്റെ ഓർബിറ്റൽ സ്പീഡ് എന്ന് പറയുന്നത് അത് മാസുമായിട്ട് യാതൊരു കണക്ഷനും അതിനില്ല. പിന്നെ എന്താ കണക്ഷൻ ഉള്ളൂ, ഭൂമിയുടെ ചുറ്റും കറങ്ങുന്ന സാറ്റലൈറ്റ് ആണെങ്കിൽ ഭൂമിയുടെ ആക്സഷനോട് ഗ്രാവിറ്റിയും അതുപോലെ തന്നെ ഭൂമിയിൽ എത്ര ഹൈറ്റിലാണ് അത് വെച്ചിരിക്കുന്നത് എന്നതിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഹൈറ്റ് കൂടുന്തോറും എന്താ അതിന്റെ സ്പീഡ് കുറയും. അപ്പൊ ഏറ്റവും മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത്, കോസ്മിക് സ്പീഡ് എന്ന് പറയുന്നത് 7.92 km/s ആണ്. ഓർബിറ്റൽ സ്പീഡ് എന്ന് പറയുന്നത് √gr ആണ്. എസ്കേപ്പ് സ്പീഡ് എന്ന് പറയുന്നത് √2gr ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതാം, എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു √2 ഇൻറ്റു ഓർബിറ്റൽ വെലോസിറ്റി. അപ്പോൾ ദ ഇക്വേഷൻ വിച്ച് കണക്ടിങ് escape velocity and orbital velocity is equal to the escape velocity is equal to √2 times orbital velocity. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓർബിറ്റൽ വെലോസിറ്റിയെക്കാളും കൂടുതലാണ് എപ്പോഴും എസ്കേപ്പ് വെലോസിറ്റി. escape speed vi mean 2gr mean is called second cosmic speed. അപ്പോൾ ആ escape സ്പീഡിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡ് കോസ്മിക് സ്പീഡ്. അപ്പോൾ ഫസ്റ്റ് കോസ്മിക് സ്പീഡും സെക്കൻഡ് കോസ്മിക് സ്പീഡ് ഓർത്തിരിക്കുക. ഫസ്റ്റ് കോസ്മിക് സ്പീഡിനേക്കാളും ഒരിക്കലും എന്ത് ചെയ്യില്ല, പിന്നെന്താണ്, സാറ്റലൈറ്റിന്റെ സ്പീഡ് കൂടുന്നില്ല. സാറ്റലൈറ്റ് സ്പീഡ് കോസ്മിക് വെലോസിറ്റി, സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി ആയി കഴിഞ്ഞാൽ ആ സാറ്റലൈറ്റ് ഭൂമിയുടെ ചുറ്റും കറങ്ങില്ല, അത് എസ്കേപ്പ് ചെയ്ത് പോകും. കാരണം ഭൂമിയുടെ ഫീൽഡിൽ നിന്ന് എന്ത് ചെയ്തു, ഫ്രീ ആയി കഴിഞ്ഞു. ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ്. അപ്പോൾ ടൈം പീരീഡ് നമ്മൾ കാണുന്നത്, ടൈം പീരീഡ് ഓഫ് സാറ്റലൈറ്റ് മീൻസ് റിവോൾവിംഗ് എടുക്കുന്ന സമയം, ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ ആ പോയിന്റിലേക്ക് തിരിച്ചെത്താൻ എത്ര സമയം എടുക്കുന്നു. ദ ടൈം ടേക്കൺ ബൈ എ സാറ്റലൈറ്റ് ടു കംപ്ലീറ്റ് വൺ റെവല്യൂഷൻ അറൌണ്ട് ദ പ്ലാനറ്റ് ഈസ് കോൾഡ് ഇറ്റ്സ് ടൈം പീരീഡ്. T is equal to circumference of orbit by orbital speed. അപ്പോൾ സർക്കംഫറൻസ് പറയാൻ കാരണം നമുക്കറിയാം ആ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ടൈം ടേക്കൻ. കുറെ സ്പീഡ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സോ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. അപ്പോൾ ഓർബിറ്റൽ സ്പീഡ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സർക്കുലർ പാത്ത് ഓർബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2πr, അതാണ് അങ്ങനെ ആ 2πr എന്ന് എടുക്കാൻ കാരണം. ദെൻ v മീൻസ് ഓർബിറ്റൽ സ്പീഡ് നമ്മൾ കണ്ടു, √gmr. അപ്പോൾ √gmrഉം അതിൽ മേലെ സ്മോൾ ആർ ഉണ്ട്. അപ്പോൾ അത് ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം, 2πr ബൈ റൂട്ട് രണ്ടും സെപ്പറേറ്റ് ചെയ്തു, √gm ബൈ √r. സോ 2m/r √r ബൈ √gm എന്ന് എഴുതി. ഇത് സോൾവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, r എന്ന് പറഞ്ഞാൽ r⁻1 ആണ്, √r പറഞ്ഞാൽ r⁻½ ആണ്. അപ്പോൾ x⁻a ഇൻറ്റു x⁻b എന്ന് പറഞ്ഞാൽ x⁻a+b ആണ്. അപ്പോൾ ഇവിടെ എന്താവും, r⁻3/2 ആവും. സോ ഇറ്റ് ഈസ് √r³ എന്നായി. അപ്പോൾ 2πr³ റൂട്ട് ബൈ √gm, അല്ലെങ്കിൽ കോമൺ ആക്കി എഴുതാം 2π√r³gm. ഇനി gm നമുക്ക് വേണമെങ്കിൽ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ r³gm നമുക്ക് എന്ത് കൊടുക്കാം, r എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹൈറ്റ് r+h ആണ്. അപ്പോൾ r+h സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. gm നമ്മൾ gr² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ r+h³ ബൈ √gr². ഇനി ഇഫ് ദ പ്ലാനറ്റ് ഈസ് ഇൻ ദ മിനിമം ഓർബിറ്റ്, h is equal to 0, ഹൈറ്റ് വളരെ ചെറുതാണെങ്കിൽ h 0 കൊടുക്കുമ്പോൾ ഇറ്റ് ബിക്കം 2π√r³ ബൈ gr² വരും. r² r³ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇറ്റ് ബിക്കം 2π√r ബൈ g, is 84.4 minutes. അപ്പോൾ ഒരു ഏറ്റവും ഭൂമിക്ക് തൊട്ട് കറങ്ങുന്ന ഒരു സാറ്റലൈറ്റിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 84.4 മിനിറ്റ് ആയിരിക്കും. സോ ഇത് നമ്മൾ പഠിക്കാൻ ഇക്വേഷൻ എളുപ്പമാണ്, 2π√L/g, സിമ്പിൾ പെൻഡലത്തിന്റെ ടൈം പീരീഡ് പഠിക്കുന്ന പോലത്തെ ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഓർബിറ്റൽ സ്പീഡും ഈ ടൈം പീരീഡും ആണ് ഈ ഡെറിവേഷൻസ് എന്ത് ചെയ്യേണ്ടത്, നോക്കേണ്ടത്. നെക്സ്റ്റ്, എനർജി ഓഫ് എ ഓർബിറ്റിംഗ് സാറ്റലൈറ്റ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ കൺസെപ്റ്റ് ആണ് എനർജി ഓഫ് എ സാറ്റലൈറ്റ്. Consider a satellite of mass small m orbiting around the Earth in a circular path of radius small r with a orbital velocity v. Then, അപ്പോൾ ഒരു സാറ്റലൈറ്റിന്റെ മാസ് m ആണ്, അത് ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നു ഒരു r എന്ന റേഡിയസിൽ. അപ്പോൾ ആ സാറ്റലൈറ്റിന്റെ ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത് v ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് സാറ്റലൈറ്റ് ഹാഫ് mv², ദാറ്റ് ഈസ് ഹാഫ് mgm/r, ദിസ് ഈസ് ഹാഫ് gmm/r. അതായത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഓർബിറ്റൽ വെലോസിറ്റി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചാണ് gm/r. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണത്, കാരണം ഓർബിറ്റൽ വെലോസിറ്റി v √gm/r ആണ്, v² gm/r. ആ ഓർബിറ്റൽ വെലോസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് കിട്ടി ഹാഫ് gmm/r. സോ ഇതാണ് കൈനറ്റിക് എനർജി. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണ്. സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു -gmm/r. നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ടോട്ടൽ എനർജി കിട്ടും. സോ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് gmm/r പ്ലസ് -gmm/r ഈസ് ഈക്വൽ ടു -half gmm/r. കാരണം ഹാഫ്
-1, സോ -1/2 അങ്ങനെ കിട്ടും. അപ്പോൾ ഇത് മൂന്ന് നോക്കിയവർ നമുക്കൊരു കണക്ഷൻ മനസ്സിലാവും. കാരണം കൈനറ്റിക് എനർജി ഹാഫ് gmm/r ആണ്, ടോട്ടൽ എനർജി -1/2 gmm/r ആണ്. അപ്പോൾ എന്താണോ ടോട്ടൽ എനർജി അതിന്റെ പോസിറ്റീവ് ആയിരിക്കും കൈനറ്റിക് എനർജി, മനസ്സിലായി. ഇനി പൊട്ടൻഷ്യൽ എനർജിയുടെ പകുതി ആയിരിക്കും കൈനറ്റിക്കും ടോട്ടലും. പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവ് ആണ്, ടോട്ടൽ എനർജി നെഗറ്റീവ് ആണ്. കാരണം ടോട്ടൽ എനർജി നെഗറ്റീവ് ആകാൻ കാരണം എന്തുകൊണ്ടാണ്? ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന സാറ്റലൈറ്റ് ആണെങ്കിൽ അതിന്റെ എനർജി നെഗറ്റീവ് ആണ്, ബൗണ്ട് ടു ദ എർത്ത് ആണ്. അത് എർത്തിന് ഫ്രീ ആകുമ്പോഴാണ് എന്താ ഉള്ളത്? 0 ആവുള്ളൂ അതിന് എനർജി. അപ്പോൾ ഇതിൽ ഈ ഒരു കണക്ഷൻ മനസ്സിലാക്കണം. കൈനറ്റിക് ഒരു മൈനസ് കൊടുത്താൽ അത് ടോട്ടൽ എനർജി ആയി, പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കൈനറ്റിക്കിന്റെ ഡബിൾ ആണെന്ന് മനസ്സിലാക്കണം. നോട്ട്സ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യമാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദ ടോട്ടൽ എനർജി ഓഫ് എ സാറ്റലൈറ്റ് ഈസ് നെഗറ്റീവ് എന്നാണ് പറഞ്ഞത്, കാരണം ബൗണ്ട് ആയതുകൊണ്ട്. ആൻഡ് കൈനറ്റിക് എനർജി ഓഫ് എ സാറ്റലൈറ്റ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ഹാഫ് ഓഫ് ദ പൊട്ടൻഷ്യൽ എനർജി. കാരണം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി 2 മടങ്ങാണ്. തിരിച്ചു പറയാം, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിന്റെ പകുതിയാണ്. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ദ കൈനറ്റിക് എനർജി. കാരണം ടോട്ടൽ എനർജിയും കൈനറ്റിക് എനർജിയും നോക്കിക്കഴിഞ്ഞാൽ കൈനറ്റിക് എനർജിക്ക് ഒരു മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? ടോട്ടൽ എനർജി ആവും. അപ്പോൾ ടോട്ടൽ എനർജി നെഗറ്റീവ് ആണ്, പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവ് ആണ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിനേക്കാൾ 2 മടങ്ങാണ്. ദെൻ ജിയോ സ്റ്റേഷണറി ഓർ ജിയോ സിൻക്രോണസ് സാറ്റലൈറ്റ്സ്. നമ്മൾ 2 തരം സാറ്റലൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞു, അത് എന്താണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. എ സാറ്റലൈറ്റ് which appears stationary to an observer on Earth's surface is called geostationary satellite. ഭൂമിയിൽ നോക്കുന്ന ഒരാൾക്ക് ആ സാറ്റലൈറ്റ് നിൽക്കുന്ന പോലെ തോന്നും, അതാണ് ജിയോ സ്റ്റേഷനറി. വിത്ത് റെസ്പെക്ട് ടു എർത്ത് ഇറ്റ് ഈസ് സ്റ്റേഷനറി. അത് എന്തുകൊണ്ടാണ്? എർത്തിന്റെ അതേ സ്പീഡിലാണ് എന്ത് ചെയ്യുന്നത്? കറങ്ങുന്നത്. ദ പീരിയഡ് ഓഫ് ദ റെവല്യൂഷൻ ഓഫ് സിൻക്രോണസ് സാറ്റലൈറ്റ് ഷുഡ് ബി ഈക്വൽ ടു ദ period of the rotation of the earth along its axis, that is 24 hours. They always revolve around the earth in the equatorial plane and it is the rotational direction of earth west to east. അതായത് എർത്തിന്റെ റൊട്ടേഷണൽ ഡയറക്ഷൻ വെസ്റ്റ് ഈസ്റ്റിന്റെ അതേ റൊട്ടേഷൻ സ്പീഡിലാണ് സാറ്റലിന്റെ റിവോൾവിംഗ് സ്പീഡ് വരുന്നത്. അതാണ് സിൻക്രോണിസ് എന്ന് പറയാൻ കാരണം. സിൻക്രോണിസ് നമുക്കറിയാലോ, സിൻക്രോണൈസ് ചെയ്യുന്ന പറയുമ്പോൾ എന്താണ്? അതിന് മാച്ച് ചെയ്യാൻ മീനിങ് വരുന്ന പോലെയാണ്. അപ്പോൾ ജിയോ എന്ന് പറയാൻ കാരണം, ജിയോ സ്റ്റേഷനറി എന്ന് പറയാൻ കാരണം ഭൂമി വിത്ത് റെസ്പെക്ട് ടു ഭൂമി നോക്കുമ്പോൾ അത് നിൽക്കുന്ന പോലെ തോന്നും. കാരണം ഭൂമിയുടെ റൊട്ടേഷൻ സ്പീഡായ 24 അവേഴ്സും അതുപോലെ തന്നെ സാറ്റലിന്റെ റിവോൾവിംഗ് സ്പീഡും ഒരേ സ്പീഡിലായതുകൊണ്ട് ഭൂമിയിൽ നോക്കുമ്പോൾ എപ്പോഴും ആ സാറ്റലൈറ്റ് നിൽക്കുന്ന ഒരു പ്രതീതി നമുക്കുണ്ടാവും. അതുകൊണ്ടാണ് ഇതിനെ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് എന്ന് പറയാൻ കാരണം. അപ്പോൾ ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ്സ് ഇക്വേറ്റർ റീജിയനാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. മോസ്റ്റ്ലി അത് ടെലികമ്മ്യൂണിക്കേഷൻസിനാണ് ഉപയോഗിക്കുക. അപ്പോൾ ഭൂമിയുടെ റൊട്ടേഷൻ സ്പീഡായ 24 അവേഴ്സ് ആയിരിക്കും ജിയോ സ്റ്റേഷനറി റിവോൾവിംഗ് സ്പീഡ് വരുന്നത്. അതും വെസ്റ്റ് ഈസ്റ്റിലേക്കാണ് എന്ത് ചെയ്യുക? കറങ്ങുക. The orbital radius of geostationary satellites is nearly 42,200 km, or its height above the Earth's surface it is 35,800 km. അപ്പോൾ അത് 35,800 കിലോമീറ്റർ ഹൈറ്റിലാണ് എന്ത് ചെയ്യുക? ഈ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. Geostationary satellites are mainly used for communication purpose, TV and radio broadcasting and weather forecasting വേണ്ടിയിട്ടാണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് ഉപയോഗിക്കുക. അപ്പോൾ അതിന്റെ ഹൈറ്റ് ഓർത്തിരിക്കുക. ഹൈറ്റ് -6,400 കിലോമീറ്റർ കുറയ്ക്കാൻ കാരണം ഭൂമിയുടെ റേഡിയസ് കുറച്ചാണ്. അപ്പോൾ ഭൂമിയിൽ നിന്ന് 35,800 കിലോമീറ്റർ ഹൈറ്റിലാണ് എന്ത് ചെയ്യുക? ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് കറങ്ങുക. അത് ഇക്വേറ്റർ റീജിയനിലാണ് കറങ്ങുക, വെസ്റ്റ് ഈസ്റ്റ് ആണ് കറങ്ങുക. അതിന്റെ റിവോൾവിംഗ് സ്പീഡും ഭൂമിയുടെ റൊട്ടേഷൻ സ്പീഡ് ഈക്വൽ ആയിരിക്കും. അത് മെയിൻലി ഉപയോഗിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ പർപ്പസിനും ബ്രോഡ്കാസ്റ്റിംഗിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക? വെതർ ഫോർകാസ്റ്റിംഗിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. നെക്സ്റ്റ്, polar satellites. A satellite which revolves in a polar orbit is called a polar satellite. The polar orbit is in the north-south direction, while Earth spins below it is in a east-west direction. As a result, a polar satellite can eventually scan the entire surface of എർത്ത്. അതായത് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് കറങ്ങുന്ന ഇക്വേറ്റർ റീജിയനിലാണ്, പക്ഷെ പോളാർ സാറ്റലൈറ്റ്സ് കറങ്ങുന്നത് പോളാർ റീജിയനിലാണ്, നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ്. അപ്പോൾ ഇങ്ങനെ കറങ്ങുമ്പോൾ ഭൂമി വെസ്റ്റ് ഈസ്റ്റ് കറങ്ങുന്നു, ഇത് നോർത്ത് സൗത്ത് ഡയറക്ഷൻ കറങ്ങുമ്പോൾ ഭൂമിയുടെ മുഴുവനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സ്കാൻ ചെയ്യാൻ പറ്റും. സോ പോളാർ സാറ്റലൈറ്റ് ഹാവ് ലോ ആൾട്ടിറ്റ്യൂഡ് ഓർബിറ്റ്സ്, ദാറ്റ് ഈസ് 500,000 കിലോമീറ്റർ. അപ്പോൾ ഒരു 500 to 1000 കിലോമീറ്റർ റേഞ്ചിലാണ് എന്ത് ചെയ്യുക? ഈ പോളാർ സാറ്റലൈറ്റ്സ് എന്ത് ചെയ്യുക? കറങ്ങുക. They are used for മോണിറ്ററിംഗ് ദ വെതർ എൻവയൺമെന്റ് ആൻഡ് സ്പൈ വർക്സിനും അല്ലെങ്കിൽ എന്താണ് വെതർ ഫോർകാസ്റ്റിംഗ്സിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ പോളാർ സാറ്റലൈറ്റ്സ്. വെയ്റ്റ്ലെസ്നെസ്. അപ്പോൾ എന്തായിരുന്നു വെയ്റ്റ്ലെസ്നെസ് എന്ന് പറയുന്നത് നോക്കാം. A revolving satellite is just like a freely falling body. Hence, the net force acting on the body inside a centripetal and centrifugal, the satellite will be zero.
കോൺസിക്വൻലി എ പേഴ്സൺ ഓർ എ ബോഡി അപ്പിയേഴ്സ് വെയ്റ്റ്ലെസ്നെസ്. അതായത് സാറ്റലൈറ്റിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ സ്പേസ് ഷിപ്പിന്റെ ഉള്ളിലോ ഒബ്ജക്റ്റിന് എന്ത് ചെയ്യുന്നില്ല, വെയ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യും. കാരണം എന്തുകൊണ്ടാണ്? സെൻട്രിപെറ്റൽ ഫോഴ്സും സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ബാലൻസ് ചെയ്യണം. അപ്പോൾ നെറ്റ് ഫോഴ്സ് ഓൺ ദ ബോഡീസ് ഷുഡ് ബി സീറോ. അപ്പോൾ സാറ്റലൈറ്റ് ഉള്ളിലിരിക്കുന്ന ഒരു ഒബ്ജക്ട്സ് എന്തുണ്ടാവില്ല, അത് വെയിറ്റ് ഫീൽ ചെയ്യില്ല. മാസ് ഉണ്ടാവും പക്ഷെ വെയിറ്റ് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഫ്രീലി ഒരു അത് എന്ത് ചെയ്യും, അതിങ്ങനെ സ്പേസിൽ എന്ത് ചെയ്യും, പറന്ന് നടക്കും. സാറ്റലൈറ്റ് ഉള്ളിൽ ഈ ഉള്ളിൽ ഫ്രീ ഫാൾ, അല്ലെങ്കിൽ പറയാം ഒരു ഒരു ഹൈറ്റിൽ നിന്ന് ലിഫ്റ്റ് പൊട്ടി വീഴണം. പൊട്ടി താഴേക്ക് വരുമ്പോൾ ഉള്ളിലിരിക്കുന്ന നമുക്ക് ഒരു വെയിറ്റ്ലെസ്നെസ് ഫീൽ ചെയ്യും. അതാണ് വെയിറ്റ്ലെസ്നെസ്. അപ്പോൾ സീറോ ഗ്രാവിറ്റിയൊക്കെ ബന്ധപ്പെട്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. കാരണം സീറോ ഗ്രാവിറ്റി എക്സ്പീരിയൻസ് നമുക്കറിയാം. ഒരു പ്ലെയിൻ ഏറ്റവും മാക്സിമം ഹൈറ്റിലേക്ക് പോകുന്നു, അവിടെ നിന്ന് പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്യുമ്പോൾ താഴേക്ക് വരുന്ന സമയത്ത്, ആ ഫ്രീ ഫാൾ സമയത്ത് ഉള്ളിലിരിക്കുന്ന ഒബ്ജക്ട്സ് എന്തുണ്ടാവില്ല, വെയിറ്റ് ഉണ്ടാവില്ല. അതാണ് വെയിറ്റ്ലെസ്നെസ്. സോ ഹോപ്പ് ദിസ് കൺസെപ്റ്റ്സ് ആർ വെരി ക്ലിയർ. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, ഓർബിറ്റൽ വെലോസിറ്റി, ടൈം പീരിയഡ്, എനർജി ഓഫ് സാറ്റലൈറ്റ്സ് ആണ് കൂടുതലായിട്ട് നമുക്ക് ന്യൂമറിക്കൽസും കൺസെപ്ഷലായിട്ട് ചോദിക്കുക. അപ്പോൾ ആ ഭാഗമാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.